ഗുഡ് മോർണിംഗ് എവരും പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശു ക്രിസ്തു രാജാതി രാജാവാണ്. എത്രയും പെട്ടെന്ന് വരുന്നു സയോണിൽ നിന്ന് രാജ്യം ഭരിക്കുന്നതിന് വേണ്ടി, അല്ലെ? നമ്മുടെ ദൈവത്തിന്റെ രാജ്യം എന്ന് പറയുമ്പോൾ, കിങ്ഡം എന്ന് പറയുമ്പോൾ, ഈ ലോകത്തെ പോലുള്ള കിങ്ഡം ഇല്ല. അങ്ങനെ തന്നെയാണ് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. എൻ്റെ കിങ്ഡം ഈ ലോകത്തിന്റെ പാർട്ടായിട്ട് ഉള്ളതല്ല. അപ്പൊ ദൈവത്തിന്റെ രാജ്യത്തിന് അതിൻ്റെതായിട്ടുള്ള പ്രോട്ടോക്കോളും ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള കൾച്ചറുകളൊക്കെ ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ യേശുവിന്റെ കിങ്ഡത്തിന്റെ പാർട്ടായിട്ട് നിൽക്കുമ്പോൾ നമ്മളും ആ കൾച്ചറിലും പ്രോട്ടോക്കോളും ഒക്കെ അനുസരിച്ച് ജീവിച്ചില്ല എങ്കിൽ നമ്മൾക്ക് തന്നെയായിരിക്കും നഷ്ടം വരാൻ പോകുന്നത്, അല്ലെ? അപ്പോൾ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ദൈവം എങ്ങനെയായിരിക്കും, ദൈവത്തിന്റെ കിങ്ഡത്തിന്റെ റൂളുകൾ എങ്ങനെയായിരിക്കും, അങ്ങനെയുള്ള ഒരു ജീവിതം നയിക്കുക, അല്ലെ? ദൈവത്തിന് പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ വചനം അനുസരിച്ചുള്ള ജീവിതം ജീവിക്കുക. അപ്പൊ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുമ്പോൾ, അല്ലെ, അതുകൊണ്ട് പബ്ലിഷ് ചെയ്യരുത്, സോഷ്യൽ മീഡിയയിൽ എഴുതി വെക്കാൻ പോകരുത്, അല്ലെ? അപ്പോൾ അങ്ങനെ ചെയ്യുന്ന പലരെയും നമ്മളിന്ന് കാണുന്നുണ്ട്, അല്ലെ? ചർച്ചകളിൽ നിന്ന് വരെ കാണുന്ന ഒരു കാഴ്ചയാണ്, നമ്മുടെ വലങ്കൈ ചെയ്യുന്ന കാര്യം ഇടങ്കൈയെ അറിയാനുള്ള ഇടവരുത്തരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്നിറ്റിയോടുകൂടി, റെസ്പെക്റ്റോടുകൂടി, ഓണറോടുകൂടി വേണം കാര്യങ്ങളൊക്കെ ചെയ്യാന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതാണ് ഇന്നത്തെ ടോപ്പിക്ക്. മുമ്പോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം സംസാരിക്കും. കർത്താവേ, ഈ സമയത്തിന് നന്ദി പറഞ്ഞു, ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് തന്നതിന് നന്ദി പറഞ്ഞു, ഒരു ചാൻസും കൂടെ അങ്ങയുടെ മുമ്പിൽ വരാൻ വേണ്ടി തന്ന കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു കർത്താവേ. ഇതിനൊന്നും ഞങ്ങൾ അർഹരല്ല കർത്താവ്, അങ്ങയുടെ മുമ്പിൽ വരാനായിട്ടോ അങ്ങയാൽ സ്നേഹിക്കപ്പെടാനായിട്ടോ ഒന്നുമുള്ള ഒരു അർഹതയും ഞങ്ങൾക്കില്ല. പക്ഷെ എന്നാലും അങ്ങയുടെ രക്തം കൊണ്ട് ഞങ്ങളെ വീണ്ടെടുത്ത് കർത്താവ് ഞങ്ങൾ അർഹതയുള്ളവരാക്കി തീർത്തതിനായിട്ട് നന്ദി പറയുന്നു പിതാവേ. യേശു നന്ദി പിതാവേ. ഹോളി സ്പിരിറ്റ് ഗോഡ് കൊണ്ട് മുദ്രയിട്ടാണ് നന്ദി പറയുന്നത്. ഹോളി സ്പിരിറ്റ് ഗോഡ് ഞങ്ങളുടെ ഗ്യാരണ്ടിയാണ്, ഇറ്റേണിറ്റിക്കുള്ള, ഞങ്ങളുടെ നിത്യതയ്ക്കുള്ള ഗ്യാരണ്ടി. അപ്പൊ ഫാദർ അങ്ങയുടെ മകനായിട്ട് ഹോളി സ്പിരിറ്റ് ഗോഡ് നന്ദി പറഞ്ഞു. യേശുവിന്റെ നാമത്തിൽ തന്നെയാണ്. മത്തായി സുവിശേഷത്തിലേക്ക് പോകുമ്പോൾ 6-ാമത്തെ ചാപ്റ്ററിന്റെ 1 തൊട്ട് 4 വരെയുള്ള വാക്കുകളാണ് നമുക്ക് വായിക്കുക. എല്ലാവർക്കും വളരെയധികം അറിയാവുന്ന വാക്കുകളാണ്. ഇതിങ്ങനെയാണ് പറയുന്നിരിക്കുന്നത്. മത്തായിന്റെ 6-ാമത്തെ അധ്യായത്തിന്റെ 1 തൊട്ട് 4 വരെയുള്ള വാക്കുകൾ. മനുഷ്യർ കാണേണ്ടത് നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പിൻ, അല്ലാഞ്ഞാൽ സ്വർഗ്ഗത്തിലെ നിങ്ങളുടെ പിതാവിന്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. ആകയാൽ ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരാൽ മാനം ലഭിക്കാൻ പള്ളികളിലും വീഥികളിലും കപടഭക്തിക്കാർ ചെയ്യുന്നത് പോലെ നിന്റെ മുമ്പിൽ കാഹളം ഊതിക്കരുത്, അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ ഭിക്ഷ രഹസ്യമായിരിക്കേണ്ടതിന് വലങ്കൈ ചെയ്യുന്നത് എന്തെന്ന് ഇടങ്കൈ അറിയരുത്, രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. അപ്പൊ ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കപടഭക്തിക്കാരെ പോലെ ആക്കരുത്. ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ പറഞ്ഞ ഹിപ്പോക്രിറ്റുകളാകരുത് എന്നാ പറയുന്നത്, അല്ലെ? സോഷ്യൽ മീഡിയയിൽ പോയി എഴുതി വെക്കരുത് ചെയ്യുന്ന കാര്യങ്ങൾ എന്നാ പറഞ്ഞിരിക്കും. വലങ്കൈ ചെയ്യുന്ന കാര്യം ഇടങ്കൈ അറിയാൻ ഉള്ള ഇടവരുത്തരുത്. മറ്റുള്ളവരെ കാണിച്ചുകൊണ്ടായിരിക്കരുത് ഒരു കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മൾ സഹായിക്കുക എന്നുള്ളത്, മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത് അത് നമ്മുടെ ജീവിതത്തിന്റെ പാർട്ടായിരിക്കണം എന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത്, അല്ലെ? അപ്പൊ നമുക്കിപ്പോ അറിയാം, കൊളോസ്യർക്ക് ലേഖനത്തിൽ 1-ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ പോൾ കൊളോസ്യ ചർച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇങ്ങനെയല്ലേ, ദൈവത്തിന്റെ എന്താ പറയാ, ദൈവത്തിന് മഹത്വം ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു നടപ്പായിരിക്കും നമ്മൾ നടക്കുന്നത്. അങ്ങനത്തെ ഒരു ജീവിതമായിരിക്കണം നമ്മൾ ജീവിക്കുന്നത്. എല്ലാ സൽപ്രവർത്തിയിലും നമ്മൾ ഫ്രൂട്ട്ഫുൾ ആയിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു ജീവിതമാണ് ദൈവം നമ്മളെ പറ്റി ഉദ്ദേശിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 25-ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, യേശു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വിശന്നപ്പോൾ നീ എനിക്ക് ഭക്ഷണം തന്നു, എനിക്ക് നീ എന്താ പറയാ വെള്ളം കുടിക്കാൻ തന്നു, അല്ലെ കുടിക്കാൻ തന്നു, ഞാൻ ദാഹിച്ചിരുന്നപ്പോ, ഞാൻ സ്ട്രേഞ്ചർ ആയിരുന്നപ്പോ നീ എന്നെ അനുവദിച്ചു നിന്റെ വീട്ടിലേക്ക് വരുന്നതിന് വേണ്ടി, ഞാൻ ജയിലിലായിരുന്നപ്പോ നീ എന്നെ എന്താ പറയുക വിസിറ്റ് ചെയ്തു. അപ്പൊ റൈച്ചസ് ആയിട്ടുള്ള നീതി ന്യായമുള്ള വ്യക്തികൾ അവർ ചോദിക്കുന്ന കാര്യം ഇതൊക്കെ എപ്പം ഞങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ് ദൈവം എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത്, മറ്റുള്ളവരെ നമ്മളെക്കാളും ബെറ്റർ ആയിട്ട് കാണുമെന്നുള്ളത്, മറ്റുള്ളവരെ എന്താ പറയാ സ്നേഹിക്കുക എന്നുള്ളത്, അത് നമ്മുടെ ജീവിതത്തിന്റെ ദൈനംദിനം ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ ഒന്നായിരിക്കണം, അല്ലെ? നമ്മളിപ്പോ ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ ഭക്ഷണം കഴിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഒരു പുതിയ ചുരിദാർ വാങ്ങിക്കുന്നു, സാരി വാങ്ങിക്കുന്നുള്ളത് നമ്മൾ ലോകത്തുള്ളവർ മൊത്തം പറഞ്ഞു നടക്കത്തില്ലല്ലോ. പറഞ്ഞു നടക്കാതിരുന്ന ഒരു കൾച്ചർ ഉണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ.
അല്ലെ? പക്ഷെ ഇപ്പോഴത്തെ കാര്യം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് സോഷ്യൽ മീഡിയയിൽ ഇടുക. നല്ലൊരു വസ്ത്രം വാങ്ങിച്ചത് കഴിഞ്ഞാൽ അത് സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യുക. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യർ തരം താഴ്ന്ന് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ ഒരു ജീവിതമായിരിക്കരുത് നമ്മുടേത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ കിങ്ഡത്തിന്റെ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ അത് ഡിഫറന്റ് ആണ്. ഈ ലോകത്തിന്റെ പ്രോട്ടോകോൾ വെച്ച് ഒരുപാട് ഡിഫറന്റ് ആണ് അല്ലെ? റെസ്പെക്റ്റോട് കൂടി അല്ലാതെ ഒരു കാര്യം ദൈവം ഇന്നേ വരെ ചെയ്തിട്ടില്ല. ദൈവം നമ്മളോട് പറയുമ്പോ എന്താ പറയുക, നിന്റെ വലങ്കൈ ചെയ്യുന്ന കാര്യം ഇടങ്കൈ അറിയരുത് എന്ന് പറയുമ്പോ അത് ദൈവത്തിന്റെ സ്വഭാവത്തെ പറ്റിയാണ്. ദൈവം ചെയ്യാത്ത ഒരു കാര്യത്തെ പറ്റി പോലും എന്താ പറയുക, ദൈവം ഒരാളോട് പോലും ചെയ്യാൻ പറയത്തില്ല. ദൈവമാണ് നമ്മളെ സ്നേഹിച്ചത് ആദ്യമായിട്ട്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ സ്നേഹം നമ്മളെ തേടിയെത്തിയപ്പോൾ, നമ്മളെ തേടിയെത്തുന്ന സ്നേഹമാണ് ദൈവത്തിന്റെ സ്നേഹം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ സ്നേഹിച്ചത്. ദൈവത്തെ നമ്മളെ കയറി ആദ്യം അങ്ങ് സ്നേഹിച്ചു, അതുകൊണ്ട് ദൈവം നമ്മളെ സ്നേഹിച്ചു, അങ്ങനത്തെ അല്ല കാര്യമല്ല. നമ്മളുടെ പാപങ്ങളെയും കുറ്റങ്ങളെയും പറ്റി ദൈവം ഒരിക്കൽ പോലും മറ്റുള്ളവരോട് വെളിപ്പെടുത്തി കൊടുക്കത്തില്ല. എത്ര വലിയ പ്രോഫറ്റ് ആയിക്കോട്ടെ, അവരോട് വെളിപ്പെടുത്തി കൊടുക്കത്തില്ല ദൈവം അല്ലെ? നമ്മളെ മനുഷ്യരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയാണെങ്കിൽ അല്ലെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ കുറ്റങ്ങളുണ്ട്, നിങ്ങൾ തിരിച്ച് ദൈവത്തിലേക്ക് വരണം എന്ന് പറയും. അങ്ങനെയൊക്കെ പറയുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ഒരു പ്രാവശ്യം ഏറ്റു പറഞ്ഞ പാവങ്ങളാണെങ്കിൽ പിന്നെ ഏറ്റു പറയാത്ത പാവങ്ങളാണെങ്കിൽ പോലും ഒരു വ്യക്തിയെ നശിപ്പിക്കാത്ത രീതിയിൽ, ആ വ്യക്തിയെ നാണുകെട്ട രീതിയിൽ ദൈവം ഒരു കാലത്തും ചെയ്യത്തില്ല. നമ്മുടെ പാവങ്ങൾ ഏറ്റു പറയുന്ന ദൈവം കടലിന്റെ അഗാധതയിൽ കുഴിച്ചുകൊടുത്ത് തന്നെ ചെയ്യും. അത് പിന്നെ പുറത്തെടുത്തുകൊണ്ട് വന്ന് നാണം കെടുത്തത്തില്ല. അതൊക്കെ ചെയ്യുന്ന പിശാചിന്റെ പരിപാടിയാണ് അല്ലെ? അപ്പൊ ദൈവത്തിന്റെ കിങ്ഡം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും പബ്ലിഷ് ചെയ്ത് എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറഞ്ഞു നടക്കുന്ന അങ്ങനത്തെ ഒരു കാര്യം, അങ്ങനത്തെ ഒരു കിങ്ഡം അല്ല, അങ്ങനത്തെ ഒരു രാജ്യമല്ല ദൈവത്തിന്റെ രാജ്യം അല്ലെ? ദൈവം ഓപ്പറേറ്റ് ചെയ്യുന്ന എപ്പോഴും റെസ്പെക്ട് കൊടുത്തുകൊണ്ടാണ് അല്ലെ? മനുഷ്യർക്ക് ദൈവം തന്നെ റെസ്പെക്ട് കൊടുക്കുന്നെങ്കിൽ ഒന്ന് വിചാരിച്ചു നോക്കിയേ. അപ്പൊ നമ്മൾ എത്രമാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് കൊടുക്കണം എന്ന് വിചാരിച്ചു. ഇപ്പൊ ഇവിടെ ഭിക്ഷ കൊടുക്കുന്നതിനെ പറ്റി പറയുന്നത്, പക്ഷെ ശരിക്കും പറഞ്ഞാൽ ചാരിറ്റി വർക്ക് ചെയ്യും അല്ലെ? നമ്മളിങ്ങനെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നതിനെ പറ്റി ഉള്ള കാര്യം പറയുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോ ഒന്ന് വിചാരിച്ചു നോക്കിയേ, ലോകത്തില് ഉള്ള ആൾക്കാർ ഇപ്പൊ നമുക്ക് ചില ആൾക്കാരെങ്കിലും ഉണ്ട് മറ്റുള്ളവരെ ഉപയോഗിക്കണം എന്നുള്ള രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരില്ലേ? അങ്ങനെ ഒരു ജീവിതം നയിച്ചു കൂട്ടുന്ന ആൾക്കാരുണ്ട്. എനിക്ക് എത്ര ഉണ്ടായാലും പറ്റില്ല, കുഴപ്പമൊന്നുമില്ല, മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം, അവനെ ഒന്ന് പിഴിഞ്ഞ് ജീവിക്കാം എന്നുള്ള രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരും മറ്റുള്ളവരെ ഉപയോഗിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. പക്ഷെ അവരെ പറ്റിയല്ലേ പറയുന്നത്. ഒന്നുമില്ലാത്ത ആൾക്കാർ അല്ലെ, സങ്കടത്തോടു കൂടി ജീവൻ ജീവിക്കുന്ന ആൾക്കാരെ ഒന്ന് വിചാരിച്ചു നോക്കി. മറ്റുള്ളവരെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കേണ്ടി വരുമ്പോ അവരെ ഹൃദയം നുറുങ്ങിപ്പോകുന്ന എത്രയോ ആൾക്കാരുണ്ട് അല്ലെ? കടമായിട്ട് ആയിരിക്കണമെന്നില്ല വാങ്ങിക്കുന്നത്, കാരണം കടം വാങ്ങിച്ചത് തിരിച്ചു കൊടുക്കണം. അപ്പൊ അതിന് മാർഗമില്ലാതിരിക്കുന്ന ആൾക്കാര് മറ്റുള്ളവരെ കയ്യിൽ നിന്ന് എന്തെങ്കിലും രൂപയായിട്ടോ അല്ലെങ്കിൽ വസ്ത്രങ്ങളായിട്ടോ ഒക്കെ കിട്ടുമ്പോ അവരുടെ മനസ്സിന്റെ ഉള്ളിൽ അവര് കരയുന്നുണ്ടായിരിക്കാം അല്ലെ? അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളെ പറ്റി ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളെ പറ്റി നമ്മൾ അവരോട് ഹെൽപ്പ് ചെയ്യുമ്പോൾ അവരായിട്ട് പറയുവാണെങ്കിൽ ഓക്കെ അല്ലെ, ഇന്ന വ്യക്തി എനിക്ക് തന്നു എന്ന് പറയുവാണെങ്കിൽ അവരായിട്ട് പറയുവാണെങ്കിൽ ഓക്കെ. പക്ഷെ നമ്മളായിട്ട് ചെന്ന് മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുമ്പോൾ എത്രമാത്രം വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഓർത്ത് നോക്കിയേ. ദൈവത്തെ തന്റെ കുഞ്ഞുങ്ങള് അല്ലെ, വലിയവരെന്നോ ചെറുതവരെന്നോ ഇല്ല, പണമുള്ളവരെന്നോ പണമില്ലാത്തവരെന്നോ അങ്ങനെ ഒരു ഒരു എന്താ പറയാ, അങ്ങനത്തെ ഒരു പാർഷ്യാലിറ്റി ഉള്ള വ്യക്തിയല്ല ദൈവം. അപ്പൊ നമുക്കറിയാം, യാക്കോബിൽ തന്നെ ജെയിംസിൽ തന്നെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. 2ാമത്തെ ചാപ്റ്റർ ദൈവം പറഞ്ഞിരിക്കുന്ന, ചർച്ചിലേക്ക് ഒരാൾ പണമുള്ളവൻ വരുമ്പോൾ നിങ്ങൾ അതിന് ഒരു സ്പെഷ്യൽ റെസ്പെക്ട് കൊടുക്കുകയും പണമില്ലാത്തവർ റെസ്പെക്ട് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന അങ്ങനത്തെ ഒരു അവസ്ഥ അങ്ങനെ ഉണ്ടാകരുത്. ദൈവത്തിലുള്ള വിശ്വാസം, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാല് അത് പാർഷ്യാലിറ്റി കാണിക്കുന്നതിന് ഉള്ള ഒരു വിശ്വാസം ആയിരിക്കരുത് അല്ലെ എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ കിങ്ഡം എപ്പോഴും ഓപ്പറേറ്റ് ചെയ്യുന്ന റെസ്പെക്റ്റോട് കൂടിയാണ്. ദൈവം അങ്ങനെയാണ്. ആ റെസ്പെക്ട് മറ്റുള്ളവർക്ക് കൊടുക്കണം എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ കിങ്ഡത്തിലുള്ള ആൾക്കാരെ നോക്കുവാണെങ്കിൽ നമുക്കറിയാൻ പറ്റും, എല്ലാവരും തന്നെ റെസ്പെക്റ്റോട് കൂടിയാണ് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ദൈവത്തിൽ വലിയവരായിരുന്നവരെ പറ്റി ഞാൻ പറഞ്ഞിരിക്കുന്നത്, യേശുക്രിസ്തുവിൽ വലിയവരായിരുന്നവരെ പറ്റി. ഉദാഹരണമായിട്ട് പറയണം, യേശുവിന്റെ ജനനത്തെ പറ്റി തന്നെ പറയുവാണെങ്കിൽ ജോസഫിനെ ഒന്ന് ഓർത്തു നോക്കിയേ. മേരി പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോ, കല്യാണം പോലും കഴിക്കുന്നതിന് മുമ്പ് മേരി പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോ മേരിനെ രഹസ്യമായിട്ട് ഉപേക്ഷിച്ച് കളയാനാണ് ജോസഫ് തീരുമാനിച്ചത്. അല്ലാതെ അത് എല്ലാവരും നാട്ടുകാരോട് മൊത്തം പറഞ്ഞത്, നോക്ക് എനിക്ക് കല്യാണം ഉറപ്പിച്ചു വെച്ചിരുന്ന ഒരു പെങ്കൊച്ചായിരുന്നു ഇവള്, നോക്ക് ഇവള് എന്നോട് കാണിച്ച പരിപാടി നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഗോസിപ്പും പറഞ്ഞ് എല്ലാവരോടും പബ്ലിഷ് ചെയ്ത് നാട്ടുകാരെ മൊത്തം വിളിച്ചുകൂട്ടി, വീട്ടുകാരെ മൊത്തം വിളിച്ചുകൂട്ടി അതിന് തീരുമാനം ഉണ്ടാക്കാന്നുള്ള ഒരു അങ്ങനത്തെ ഒരു പരിപാടിക്കല്ല ജോസഫ് പോയത്. ആരും അറിയാതെ ഉപേക്ഷിച്ച് കളയും അല്ലെ? നാളെ മേരിക്ക് അതുകൊണ്ട് ഒരു പേരുദോഷം ഉണ്ടാകരുത് എന്നുള്ള രീതിയിൽ. അതാണ് ജോസഫിന്റെ മനസ്സ്.
അങ്ങനെയുള്ള മനസ്സുള്ള വ്യക്തികളായിരിക്കണം നമ്മൾ പറഞ്ഞിരിക്കുന്നത്. പോത്തിഫറിന്റെ എന്താ പറയുക വൈഫ് കാരണം ജോസഫിന് അല്ലെ, നമ്മുടെ ഓൾഡ് ടെസ്റ്റ്മെന്റിലേക്ക് വരുമ്പോൾ ജോസഫ് എന്താ പറയുക ജേക്കബിന്റെ മകൻ ജോസഫിന് എന്താ പറയുക കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്നു. അവസാനം പ്രൈം മിനിസ്റ്റർ ആയി കഴിഞ്ഞപ്പോ ഈ സ്ത്രീന് ഞാൻ കാണിച്ചു കൊടുക്കാം അല്ല, അവള് ചെയ്തുകൊണ്ടാണല്ലോ എനിക്ക് കുറെ നാളെങ്കിലും എനിക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നത് എന്നും പറഞ്ഞുകൊണ്ട് അവളെ ചവിട്ടി കൂട്ടാന്നും പറഞ്ഞുകൊണ്ട് ചെന്നില്ല അല്ലെ. സംഭവിച്ചു ഇനി ഞാൻ അതിനെപ്പറ്റി ദൈവത്തിന്റെ ഇഷ്ടമാണത് അല്ലെ എന്നുള്ള ഒരു രീതിയിൽ അതിനെപ്പറ്റി കൂടുതൽ പബ്ലിസിറ്റി ഒന്നും കൊടുത്തില്ല അല്ലെ. പ്രൈം മിനിസ്റ്റർക്ക് വേണമെങ്കിൽ എഴുതാമല്ലോ, സോഷ്യൽ മീഡിയയിൽ ട്വിറ്ററിൽ എഴുതാവുന്ന കാര്യമുള്ളല്ലേ, അന്നൊക്കെ ട്വിറ്റർ ഉണ്ടായിരുന്നെങ്കിൽ എഴുതാവുന്ന കാര്യം ഉണ്ടായിരുന്നുള്ളൂ അല്ലെ. ഞാൻ എൻ്റെ പഴയ കാലത്ത് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ പോത്തിഫറിന്റെ വീട്ടിലായിരുന്നു, പോത്തിഫറിന്റെ വൈഫ് എന്നോട് ഇത്രയും മോശപ്പെട്ട രീതിയിൽ പെരുമാറി, അതുകൊണ്ടാണ് ഞാൻ ജയിലിൽ പോയിട്ട് വന്നത് എന്നൊക്കെ പറഞ്ഞ് ട്വിറ്ററിലൊക്കെ എഴുതി വിടാവുന്ന കാര്യമുള്ളൂ. പക്ഷെ അതിനൊന്നും അല്ലെ, അതിനൊന്നും മെനക്കെടാതെ അല്ലെ, അതിനൊന്നും പോകാതെ, അതല്ല ദൈവത്തിന്റെ രാജ്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് റെസ്പെക്റ്റോടുകൂടി മുമ്പോട്ട് പോകാൻ വേണ്ടി ശ്രമിച്ച ആൾക്കാരുണ്ട്. അപ്പൊ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതാണ് ദൈവത്തിന്റെ കിങ്ഡത്തിന്റെ പ്രോട്ടോകോൾ എന്ന് വെച്ചുകൊണ്ട് ദൈവം പറയുന്നത് ഒരിക്കപ്പോഴും നിങ്ങൾ വീടിന്റെ മുമ്പിൽ കിടക്കുന്ന ചവിട്ടി പോലെ എല്ലാവരും ചവിട്ടുകൊണ്ട് നിങ്ങൾ ജീവിക്കുന്ന വ്യക്തികളായിരിക്കണം എന്നൊന്നും ദൈവം പറയുന്നില്ല. പക്ഷെ ദൈവം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങോട്ട് റെസ്പെക്ട് കൊടുക്കുക, തിരിച്ച് റെസ്പെക്ട്, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റോട് കൂടിയും എന്താ പറയാ ഡിഗ്നിറ്റിയോട് കൂടിയും ഉള്ളൊരു ജീവിതം ജീവിക്കുക. അതാണ് ദൈവത്തിന്റെ കിങ്ഡം അല്ലെ, അതാണ് ദൈവത്തിന്റെ കിങ്ഡത്തിന്റെ പ്രോട്ടോകോൾ. ദൈവത്തിന്റെ കിങ്ഡത്തിന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് ജീവിക്കുക. ദൈവം യേശുക്രിസ്തുവിനെ പോലെ നമ്മളാകുക, യേശുക്രിസ്തുവിന്റെ ഇമേജിലേക്ക് നമ്മളാകുക എന്നുള്ളതാണ് പിതാവിന് നമ്മളെ പറ്റിയുള്ള ആഗ്രഹം. റോമകൃത ലേഖനത്തിന്റെ 8-ാമത്തെ ചാപ്റ്റർ 29-ാമത്തെ വാക്കിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് നമ്മളെ ദൈവം കണ്ടിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ഇമേജ് പോലെ ആയിത്തീരുന്നതിന് വേണ്ടിയാണ്. യേശുക്രിസ്തു ലോകത്തുള്ളവർ മൊത്തം പറഞ്ഞു നടക്കത്തില്ലല്ലോ, കാര്യങ്ങളൊന്നും ഗോസിപ്പ് പറഞ്ഞു നടക്കാൻ പോകുന്നില്ലല്ലോ. യേശുക്രിസ്തു മറ്റുള്ളവർക്ക് എന്താ പറയുക ഹാമാവുന്ന രീതിയിൽ ഒരു കാര്യവും ചെയ്യുന്ന ഒരു വ്യക്തിയല്ല നമ്മുടെ ദൈവം അല്ലെ. അപ്പൊ അതുപോലെ ആയിരിക്കുക എന്നാണ് ദൈവം നമ്മളെ പറ്റി പറഞ്ഞിരിക്കുന്നത്. നമ്മളുടെ വലങ്കൈ ചെയ്യുന്ന കാര്യം ഇടങ്കൈ അറിയാതിരിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയണേ പബ്ലിസിറ്റി കൊടുക്കാതിരിക്കും. പിന്നെ ചില ആൾക്കാർ ഇങ്ങനെ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ചെയ്യുന്ന കാര്യമൊക്കെ പബ്ലിഷ് ചെയ്യണം. പബ്ലിഷ് ചെയ്താലല്ലേ ഉള്ളൂ മറ്റുള്ളവർക്ക് അതൊരു എന്താ പറയുക ഒരു പ്രചോദനമൊക്കെ ആയിക്കൊണ്ട് അവർക്കും കൂടെ ഒരു അങ്ങനെ കുറെ ചാരിറ്റി വർക്ക് ചെയ്യാനുള്ള പ്രചോദനമാവുമല്ലോ. നിങ്ങളങ്ങനെ പബ്ലിഷ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവം പറഞ്ഞിരിക്കുന്നത് പബ്ലിഷ് ചെയ്യരുതെന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ തീരുമാനം എടുക്കേണ്ടത് എന്താ വെച്ചാൽ ദൈവം പറയുന്ന കാര്യമാണോ നമ്മൾ അതനുസരിച്ചുള്ള രീതിയിലുള്ള ജീവിതമാണ് നയിക്കേണ്ടത്, അതോ ഈ ലോകം പറയുന്ന പോലത്തുള്ള ജീവിതമാണ് നയിക്കേണ്ടത് എന്ന് നമ്മൾ തന്നെ തീരുമാനം എടുക്കണം. ദൈവം പറഞ്ഞേക്ക് നിന്റെ വലങ്കൈ ചെയ്യുന്ന കാര്യം ഇടങ്കൈ അറിയരുത് എന്ന് പറയുമ്പോൾ, അതായത് നീ ചെയ്യുന്ന സീക്രട്ട് ആയിട്ടുമായിട്ട് ചെയ്യാം, എന്താ പറയുക നീ അതിന് വലിയ പബ്ലിസിറ്റി ഒന്നും കൊടുക്കരുത് എന്ന് പറയുമ്പോൾ, ഈ ലോകം പറയുന്ന അങ്ങനെയല്ല, നിങ്ങൾ അതൊക്കെ പബ്ലിഷ് ചെയ്യണം, നിങ്ങൾ എല്ലാവരോടും പറയണം, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറയണം, നിങ്ങൾ യൂട്യൂബിൽ അതിന്റെ വീഡിയോ ഒക്കെ ഇടണം, നിങ്ങൾ ചെയ്യുന്ന കാര്യത്തെപ്പറ്റി നിങ്ങൾ യൂട്യൂബിലൊക്കെ ഒരു ഷോർട്സും ഒക്കെ എടുത്ത് നിങ്ങൾ അത് ഇടണം എന്ന് പറയുമ്പോൾ അതാണ് നമ്മൾ നോക്കേണ്ടത് അല്ലെ. ഏതാണ് നമ്മൾ ആരുടെ വാക്കുകളാണ് കേൾക്കേണ്ടത്, ദൈവത്തിന്റെ വാക്കാണ് കേൾക്കേണ്ടത്, ഈ ലോകത്തിന്റെ വാക്കാണ് കേൾക്കേണ്ടത് എന്ന് മാത്രം നമ്മൾ വിചാരിച്ചാൽ മതി. ദൈവം എന്തുകൊണ്ടാണ് നിങ്ങൾ പബ്ലിഷ് ചെയ്യരുതെന്ന് പറയുന്നതിന്റെ കാര്യം വെച്ചാൽ, ഒന്നാമത് നേരത്തെ പറഞ്ഞ പോലെ മറ്റുള്ളവരുടെ അവർക്ക് സങ്കടം ഉണ്ടാക്കുന്ന രീതിയിൽ അല്ലെ അത് പബ്ലിഷ് ചെയ്യാതിരിക്കുക. അവർക്കും ഒരു ഡിഗ്നിറ്റി ഉണ്ടല്ലോ, അവർക്കും ഒരു റെസ്പെക്ട് ഒക്കെ ഉണ്ടല്ലോ അല്ലെ, റെസ്പെക്ട് കൊടുക്കണമല്ലോ അല്ലെ. അവര് എല്ലാവർക്കും എന്താ പറയാ പണമില്ല അല്ലെ. അപ്പൊ അത് ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ലോകത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടാകും അല്ലെ, പാവപ്പെട്ടവരുണ്ടാകും എന്ന് ദൈവം ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പൊ എല്ലാവർക്കും മറ്റും പണമില്ല, അപ്പൊ എന്നും പറഞ്ഞുകൊണ്ട് നമുക്കുണ്ട് ഞാൻ ഇത്രയും രൂപ കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നടക്കരുത് എന്ന് ദൈവം നമ്മളോട് പറയുന്നു അല്ലെ. അപ്പൊ അത് മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുന്നതിന് വേണ്ടി ദൈവം പറയുന്ന കാര്യം അല്ലെ. അപ്പൊ ദൈവം നമ്മളോട് പറഞ്ഞത് പബ്ലിഷ് ചെയ്യണ്ട എന്ന് പറയുമ്പോൾ, ഞാൻ നല്ല പ്രവൃത്തി ചെയ്യണം, ചാരിറ്റി വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണം, ഞാൻ മറ്റുള്ളവർക്ക് സഹായി ആയിരിക്കണം എന്നുള്ളത് എന്നോട് ദൈവം പറഞ്ഞിരിക്കുന്ന കമാൻഡാണ് അല്ലെ. അത് ഞാൻ ചെയ്തേ പറ്റത്തുള്ളൂ. അത് ദൈവത്തിന്റെ കമാൻഡാണ്. ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്ന ഓരോ കാര്യം ദൈവത്തിന്റെ കമാൻഡാണ്, ഓരോ വ്യക്തികൾക്കുള്ളതാണ് അല്ലെ. അത് നമ്മള് എന്താ പറയുക മറ്റുള്ളവർ ചെയ്യുന്ന കണ്ടിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. ബൈബിളിലെ ഓരോ വചനവും ഓരോ വ്യക്തിക്കും അല്ലെ, യേശുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിക്കും പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അല്ലെ. നാട്ടുകാരോട് യേശുവിൽ വിശ്വസിക്കാത്ത വ്യക്തികളോട് നിങ്ങൾ ബൈബിളിന്റെ വചനം അനുസരിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കേണ്ട കാര്യമില്ല, അവർ മൈൻഡ് പോലും ചെയ്യത്തില്ല. പക്ഷെ ദൈവത്തിന്റെ
ദൈവത്തിന്റെ മക്കളോട് ദൈവം പറഞ്ഞിരിക്കുന്നത് ആ ദൈവം വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും നോക്കി അതനുസരിച്ചായിരിക്കണം ജീവിതം, അല്ലെ? ദൈവത്തിന്റെ വചനമാണ് നമ്മുടെ റൂട്ട് മാപ്പ്, ജീവിതത്തിലുള്ള റൂട്ട് മാപ്പ് അതാണ്, അല്ലെ? ദൈവത്തിന്റെ വചനമാണ് നമ്മുടെ നമ്മുടെ അപ്പം അതാണ്, അല്ലെ? അത് ദൈവത്തിന്റെ വചനം കൊണ്ട് മാത്രം ഒരു വ്യക്തി ജീവിക്കത്തുള്ളൂ, അപ്പം കൊണ്ട് മാത്രം ഒരു വ്യക്തി ജീവിക്കരുത്, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് വ്യക്തി ജീവിക്കത്തില്ല. അപ്പൊ അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഉറവിടം, ജീവന്റെ ഉറവിടം ദൈവത്തിന്റെ വചനമാണ്. അതനുസരിച്ച് വേണം നമ്മൾ ജീവിക്കാൻ, അല്ലെ? അപ്പൊ എന്നോട് ദൈവം പറഞ്ഞിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് മറ്റൊരു വിശ്വാസിയോട് ദൈവം പറയുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ ചെയ്യുന്ന വർക്ക് ദൈവം നമ്മളോട് പറയണം, ചാരിറ്റി വർക്ക് ചെയ്യാൻ പറയുമ്പോ അത് നമ്മളങ്ങ് ചെയ്താൽ മതി. അത് ഞാൻ ചെയ്യുന്ന കണ്ടിട്ട് മറ്റൊരാൾ കോപ്പി അടിക്കേണ്ട കാര്യമില്ല. ഞാൻ ചെയ്യുന്നത് കണ്ടിട്ടായിരിക്കരുത് മറ്റുള്ള വ്യക്തികൾക്ക് ഇൻസ്പിറേഷൻ വരുന്നത്, അല്ലെ? ഇൻസ്പിറേഷൻ കിട്ടുന്നത് ബൈബിളിൽ നിന്നാണ്, അല്ലെ? ഐഡിയ കിട്ടുന്നത് ബൈബിളിൽ നിന്നാണ്. അപ്പോ ബൈബിള് വായിക്കുക, ദൈവത്തിന്റെ വചനം വായിക്കുക, അതാ ദൈവം പറഞ്ഞിരിക്കുക. അല്ലാതെ പോയി സോഷ്യൽ മീഡിയയെ പബ്ലിഷ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് ദൈവം പറഞ്ഞത്. റെസ്പെക്റ്റോടുകൂടി പെരുമാറുക, അല്ലെ? റെസ്പെക്ട് ഇല്ലാത്ത ഒരു കാര്യത്തിനും ദൈവം പോകത്തില്ല. ഒന്ന് വിചാരിച്ചു നോക്കി, ദൈവം യേശുക്രിസ്തു ഈ മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന സമയത്ത് യേശുക്രിസ്തു സ്നാനമേക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ട്? എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുള്ള വ്യക്തിയാണ് യേശുക്രിസ്തു. എന്നിട്ടും കൂടെ യോഹന്നാന്റെ സ്നാനമേറ്റ വ്യക്തിയാണ്. അത് പറയുന്നത് ദൈവം കൊടുത്തതാണല്ലോ, അല്ലെ? എല്ലാ റൈച്ചസ് ആയിട്ടുള്ള കാര്യങ്ങളും നടക്കട്ടെ എന്നാണ് യേശുക്രിസ്തു പറഞ്ഞത്. അപ്പോൾ ദൈവം കൊടുത്താണ്, ദൈവത്തെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. സ്നാനം എടുക്കുക എന്നുള്ളത് യോഹന്നാൻ വഴി ദൈവം കൊടുത്തിരിക്കുന്ന, ദൈവം എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഞാനും അത് അനുസരിക്കാൻ പോകുന്നു. കാരണം ഞാൻ ദൈവത്തെ റെസ്പെക്ട് ചെയ്യുന്നു, ഞാൻ ദൈവത്തെ ഫിയർ ചെയ്യുന്നു, അല്ലെ? അപ്പൊ എനിക്ക് അങ്ങനെ ആയിരിക്കണം, ഞാൻ അങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് യേശുക്രിസ്തുവിന്റെ ഒരു മൈൻഡ്. അപ്പൊ ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ മൈൻഡ് നമുക്ക് പല ദൈവത്തിന് വേണ്ടി ജീവിച്ചു മരിച്ച വ്യക്തികളുടെ ജീവിതത്തെ കാണാൻ പറ്റും, സ്വഭാവത്തെ കാണാൻ പറ്റും. ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ നേരത്തെ പറഞ്ഞ ജോസഫിന്റെ കാര്യം എടുക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ എന്താ പറയണേ, ഡേവിഡിന്റെ കാര്യം എടുക്കുവാണെങ്കിൽ, കിങ് സോളിനെ കൊല്ലാൻ വേണ്ടി ചാൻസ് കിട്ടിയതാ, പക്ഷെ എന്നിട്ടും സോളിനെ കൊന്നില്ല. എന്താ പറയണേ, ഡേവിഡ് കൊന്നില്ല. കാരണം എന്താന്ന് വെച്ചാല് ഡേവിഡ് ഇതാ വിചാരിച്ച്, ഡേവിഡിനെ പറ്റി നമുക്ക് ദൈവത്തിന്റെ ഹൃദയത്തിന് പുറകെ നടന്ന ഒരു വ്യക്തി, അല്ലെ? അപ്പൊ ഡേവിഡിന്റെ ഒരു കാര്യം അറിയാം, കാര്യമാണിത്, എന്നെ കൊല്ലാൻ വേണ്ടി അദ്ദേഹം നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? എനിക്ക് അദ്ദേഹത്തെ കൊല്ലാം, എനിക്ക് എന്റെ ഉള്ളിൽ എന്റെ പുറത്ത് അനോയിന്റിംഗ് കൊണ്ട് ഞാൻ കിങ്ങുമാണ്, അതൊക്കെ കാര്യമാണ്, ദൈവം അനോയിന്റ് ആണ് കിങ് ഒക്കെ ആയിട്ട്. പക്ഷെ അതിനേക്കാളും മുമ്പ്, എന്നെ അനോയിന്റ് ചെയ്യുന്നതിന് മുമ്പ് സോളിനെ ദൈവം അനോയിന്റ് ചെയ്താണ് കിങ് ആയിട്ടുള്ളത്, രാജാവായിട്ട് അനോയിന്റ് ചെയ്തത്. അപ്പൊ ആ അനോയിന്റിങ് ഓൾറെഡി ഉണ്ട് സോളില്, അല്ലെ? ദൈവം സോളിന്റെ കയ്യിൽ നിന്ന് കിങ്ഡം എടുത്ത് മാറ്റി എന്നുള്ള വാസ്തവം. പക്ഷെ എന്നിട്ട് പോലും പിന്നെയും അത് ദൈവത്തിന്റെ ആ ഒരു അപ്പോയിന്റഡ് ആയിട്ടുള്ള ടൈം വരെ പിന്നെയും സോള് കിങ് ആയിട്ട് തന്നെ തുടർന്നുകൊണ്ടിരുന്നു, അല്ലെ? അപ്പൊ അത് ദൈവം അയാളെ കട്ട് ഓഫ് ചെയ്യുന്നോടും വരെ, ഈ ലോകത്തു നിന്ന് കട്ട് ഓഫ് ചെയ്യുന്നോടും വരെ എനിക്ക്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എന്താ പറയുക, സിംഹാസനത്തിന് അദ്ദേഹത്തെ ഇറക്കി വിടുന്നതിനും വരെ എനിക്ക് അദ്ദേഹത്തിന്റെ പുറത്ത് ഒരു അവകാശവുമില്ല. അതും മനസ്സിലാക്കാനുള്ള ബുദ്ധി എന്താ പറയുക ഡേവിഡിന് ഉണ്ടായിരുന്നപ്പോൾ, അല്ലെ? അതനുസരിച്ച് ഡേവിഡ് മുമ്പോട്ട് ജീവിച്ചപ്പോ ദൈവത്തിന്റെ വലിയൊരു കൃപ ഡേവിഡിന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ റെസ്പെക്റ്റോടു കൂടിയാണ് ഡേവിഡ് മുമ്പോട്ട് പോയത്, അല്ലെ? അപ്പൊ അങ്ങനെയായിരിക്കണം നമ്മള്. ഒന്ന് വിചാരിച്ചു നോക്കിയേ, അപ്പൊ അവരെല്ലാം റെസ്പെക്റ്റോടു കൂടിയാണ് ജീവിച്ചത്, അല്ലെ? അപ്പൊ ദൈവത്തിന്റെ കിങ്ഡം എന്ന് പറഞ്ഞാൽ അതൊരു റെസ്പെക്റ്റിന്റെ കിങ്ഡമാണ്, അതൊരു ഡിഗ്നിറ്റീന്റെ കിങ്ഡമാണ്. അല്ലെ? നമുക്ക് തോന്നിയ രീതിയിൽ ഒരു ജീവൻ ജീവിച്ച് കൂട്ടാൻ ദൈവം നമ്മളെ അനുവദിക്കുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കി എപ്പോഴും. ദൈവത്തിന്റെ കിങ്ഡത്തിന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് മാത്രം നമുക്ക് ജീവിക്കാൻ സാധിക്കത്തുള്ളൂ. നമുക്ക് തോന്നിയ രീതിയിൽ ജീവിക്കാൻ സാധിക്കത്തില്ല. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്കിത് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത് ആ ദൈവത്തിന്റെ ഇഷ്ടമാണ്. അത് നമ്മൾ ചെയ്തേ സാധിക്കത്തുള്ളൂ, ചെയ്തേ പറ്റത്തുള്ളൂ, അല്ലെ? ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തോട് നമ്മൾ അതിനുള്ള കാര്യം മറുപടി പറഞ്ഞേ പറ്റത്തുള്ളൂ. പക്ഷെ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് എന്താ പറയണേ, നാട്ടുകാരോട് മൊത്തം അറിയിക്കാനുള്ള ഇടവരുത്തായിരിക്കുക. നമ്മൾ ഒരു ചെറിയ ചെറിയ സഹായങ്ങൾക്ക് ദൈവത്തിന്റെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാര്യം മനസ്സിലാക്കുക, എപ്പോഴും നമ്മൾ ഒരു പ്രാവശ്യം മുന്നോട്ട് ഇറങ്ങി കഴിയുമ്പോൾ ദൈവം അതിനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കും പിന്നെയും പിന്നെ. നമ്മൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തികളാണെങ്കിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ഹെൽപ്പ് ചെയ്യുമ്പോൾ ദൈവം നമുക്ക് അതിനുള്ള അവസരങ്ങൾ തരും, അതിനുള്ള രൂപ തന്നുകൊണ്ടിരിക്കും, അതിനുള്ള രൂപ നമുക്ക് തന്നുകൊണ്ടിരിക്കും. നമ്മൾ ഇതൊന്നും ചെയ്യുന്നില്ല, എനിക്ക് എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു നമ്മൾ വെറുതെ ഇരിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, ദൈവം അതിനെപ്പറ്റി പിന്നെ മൈൻഡ് ദൈവത്തിന്റെ വർക്ക് ദൈവം നമ്മൾ വഴി ചെയ്യത്തില്ലെന്ന് ചുരുക്കം, അല്ലെ? ദൈവം ഈ ലോകത്തെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മൾ വഴി ചെയ്യത്തില്ല എന്ന് ചുരുക്കം. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾ നമ്മൾ ആകാതിരിക്കട്ടെ. ദൈവത്തിന് ഏതാണ്ട് ഇഷ്ടം അതനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികൾ നമ്മളായിരിക്കട്ടെ.
അപ്പൊ അതിനെപ്പറ്റി സംസാരിക്കുള്ളൂ. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചു നിർത്താം. കർത്താവ് സമയത്തിന് നന്ദി പറയുന്നു കർത്താവെ, അനുഗ്രഹിക്കുന്ന അപേക്ഷിക്കുന്നു കർത്താവെ. അങ്ങനെ പോലെ ആയിത്തീരാൻ യേശുവേ, അങ്ങനെ പോലെ ആയിത്തീരാനുള്ള ഒരു മനസ്സ്, അതിനുള്ള ഒരു ഹൃദയം ഞങ്ങൾക്ക് തണ്ടെന്ന് അപേക്ഷിക്കുന്നു കർത്താവ്. ലോർഡ് ഫാദർ ഗോഡ്, ഞങ്ങൾ എവിടെയെങ്കിലും കർത്താവ് ഞങ്ങളുടെ വചനത്തിന് എതിരായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം അപേക്ഷിക്കുന്നു. താങ്ക് യു ജീസസ്. ഇനിയുള്ള കാലത്ത് കർത്താവ് അങ്ങ് പറഞ്ഞതനുസരിച്ച് മാത്രം ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തണ്ടെന്ന് അപേക്ഷിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന, അനുഗ്രഹിക്കുന്ന അപേക്ഷിക്കുന്നു. അവരുടെ ജീവിതത്തിലെ എല്ലാ ഏരിയയിലും അനുഗ്രഹമായി തീരട്ടെ, മറ്റുള്ളവർക്കും ഈ ലോകത്തിനും അനുഗ്രഹമായി തീരട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. കേട്ടിട്ട് നന്ദി. ദൈവത്തിനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ.